നമസ്കാരം. ഇന്ത്യക്കാരുടെ പ്രിയ ഡാർജിലിംഗ് 1911 വരെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആസ്ഥാനമായിരുന്ന കൊൽക്കത്ത, അവിടെ ബ്രിട്ടീഷുകാർ വേനൽ അവധിക്കാലം ചിലവഴിച്ചിരുന്ന സ്ഥലം. ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ പ്രദേശമെന്ന് അന്നും ഇന്നും ഇംഗ്ലീഷുകാർ വാഴ്ത്തപ്പെടുന്ന ഡാർജിലിംഗ്. അതെ, ഈ ഹിമാലയൻ സൗന്ദര്യത്തിൻ്റെ നിഗൂഢതയിൽ എന്തൊക്കെയോ സ്വച്ഛതയും സ്നേഹവും പ്രേമവുമെല്ലാം ഒളിപ്പിച്ചു വച്ചിരിക്കുന്നതായി നിങ്ങൾക്ക് തോന്നുന്നില്ലേ? മനസ്സിൻ്റെ അടിത്തട്ടിലേക്ക് ഊഴ്ന്നിറങ്ങുന്ന ഒരു മെഡിറ്റേഷൻ സുഖം ഈ ഹിമാലയൻ മൊണാസ്ട്രിയിൽ നിന്നും അവിടുത്തെ മനോഹരമായ ദൃശ്യവിസ്മയത്തിലും സൈലൻസിലും ഒളിഞ്ഞു കിടക്കുന്നതായി തോന്നുന്നില്ലേ? വെള്ളച്ചാട്ടങ്ങൾ, തടാകങ്ങൾ, ആകാശച്ചിരുവോളം നീണ്ടുകിടക്കുന്ന പച്ചയണിഞ്ഞ കുന്നുകൾ. ഏതു കുന്നിൻ്റെ മുകളിൽ നിന്നാലും കാഞ്ചൻജംഗ, എവറസ്റ്റ് കൊടുമുടികൾ തെളിഞ്ഞു കാണാം. ക്യൂൻസ് ഹിൽസ് എന്നറിയപ്പെടുന്ന ഇവിടം കാഞ്ചൻജംഗ കൊടുമുടിയുടെ ദൃശ്യഭംഗി കൊണ്ടും തേയിലത്തോട്ടങ്ങൾ കൊണ്ടും യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലുള്ള ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ കൊണ്ടും പ്രശസ്തമാണ്. വളഞ്ഞു പുളഞ്ഞ് മലയേറിപ്പോകുന്ന പാതകൾ, പലയിടത്തും കെട്ടിടങ്ങൾക്കും ബസാറുകൾക്കും നടുവിലൂടെ പോകുന്ന ഹിമാലയൻ റെയിൽവേ. ഡാർജിലിംഗിൻ്റെ ഹൃദയത്തിലൂടെ കൂകിപ്പായുന്ന ടോയ് ട്രെയിൻ ആഗോള വിനോദസഞ്ചാര ഭൂപടത്തിലെ രസകരമായ ചിത്രമാണ്. മനോഹരമായ ഒട്ടേറെ ആശ്രമങ്ങൾ ഡാർജിലിംഗിൻ്റെ മലഞ്ചെരിവുകളിലുണ്ട്. ഇത്രയും വ്യത്യസ്തമായ ഒരു യാത്രാനുഭവം കിട്ടുന്ന ഒരു സ്ഥലം ഇന്ത്യയിൽ വേറെ എവിടെയുമില്ല. ലോകത്തിലെ ഏറ്റവും മധുരമുള്ള ഡാർജിലിംഗ് ചായ കുടിച്ച് ഈ ഹിമാലയൻ ട്രിപ്പ് ആസ്വദിക്കാൻ നിങ്ങൾക്കും തോന്നുന്നില്ലേ? അനുപമമായ പ്രകൃതി ഭംഗിയും നല്ല കാലാവസ്ഥയും ഡാർജിലിംഗിനെ ജനപ്രിയ വിനോദസഞ്ചാരമാക്കുന്നു. ടൂറിസത്തിന് പുറമെ ബ്രിട്ടീഷ് മാതൃകയിലുള്ള ഇംഗ്ലീഷ് സ്കൂളുകളും ഡാർജിലിംഗിനെ പ്രശസ്തമാക്കുന്നു. ഇന്ത്യയിലെ മറ്റ് നഗരങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും നൂറുകണക്കിന് കുട്ടികൾ ഇവിടുത്തെ സ്കൂളുകളിൽ താമസിച്ച് പഠിക്കുന്നു. തമിഴ്നാട്ടിലെ ഊട്ടി പോലെ. ജയ് ഹിന്ദ്.